ഹായ്, വെൽക്കം ബാക്ക്. അപ്പം മറ്റൊരു മീഷോ ഹോളുമായിട്ടാണ് കേട്ടോ ഇന്ന്. കുറച്ച് ദിവസമായി ഈ പ്രോഡക്റ്റ്സൊക്കെ വാങ്ങി വെച്ചിട്ട് വീഡിയോ ചെയ്യാനുള്ള സമയക്കുറവുമൂലമാണ് താമസിച്ചത്. അപ്പം ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയിരുന്നു എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു ഓയിൽ ഡിസ്പെൻസറാണ് കേട്ടോ. ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്, കുറേ അധികം ഡിസൈൻസ് ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ടത് ഈ റെഡ് ഹാർട്ടോട് കൂടിയിട്ടുള്ള ഈ വൈറ്റിലെ റെഡ് ഹാർട്ടോട് കൂടിയിട്ടുള്ള ഈ ഒരു ഡിസൈനാണ്. ഇത് എയർ ടൈറ്റ് ഒന്നുമല്ല, ഓയിൽ ഡിസ്പെൻസർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലിഡ് അല്പം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഒത്തിരി വലിപ്പവും ഇല്ല കേട്ടോ, ചെറുതാണ്. പക്ഷേ ഓയിൽ ഒഴിച്ച് വെച്ചിട്ട് നമ്മളല്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ മറിഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ ലിഡിനൊട്ടും ടൈറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഓയിൽ മൊത്തം പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ബോട്ടിലിനൊരു ഗുണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഹൈ റേഞ്ചിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും വെളിച്ചെണ്ണയൊക്കെ ആണെങ്കിൽ അതിങ്ങനെ ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്, ഉറച്ചിരിക്കും. അപ്പം നമുക്ക് എടുക്കാനും ഒഴിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇതാണെങ്കിൽ ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലോ മറ്റെന്തെങ്കിലും ഗ്ലാസ് ബോട്ടിൽസ് ഒക്കെ ആണെങ്കിൽ ഞാനിത് വാങ്ങിയപ്പോൾ ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് 490 രൂപയായിരുന്നേ. വില എപ്പോഴും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും കേട്ടോ. അടുത്തതായിട്ട് 3 ഗ്ലാസ് ജാറുകളാണ്, സ്റ്റോറേജ് ജാറുകളാണ്. ഇതിൻ്റെ അടപ്പെന്ന് പറയുന്നത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ അടപ്പാണ്. ഇതിൻ്റെ കപ്പാസിറ്റി 1000 ml ആണ്. ഈ 3 ജാറും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം വലിപ്പമൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്നാക്സ് ഇട്ട് വെക്കാം, എന്ത് വേണം, മസാലകൾ പൊടികൾ ഇട്ട് വെക്കാം, അല്ലെങ്കിൽ ഗ്രോസറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് വെക്കാം. എന്തിനാണെങ്കിലും നല്ല അത്യാവശ്യം വലിപ്പമുണ്ട്, വാവട്ടമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കണ്ടെയ്നേഴ്സാണിത്. മൂന്നെണ്ണമാണ് കേട്ടോ വരുന്നത്. പിന്നെ ഞാൻ ഈ സ്റ്റീലിൻ്റെ അടപ്പുള്ളത് നോക്കിയെടുത്തതാണ് കേട്ടോ. വുഡിൻ്റെ അടപ്പുള്ള 2 വാങ്ങിച്ചിട്ട് എനിക്കത് പൂത്തൊക്കെ പോയി. അതുകൊണ്ട് ഞാൻ വുഡിൻ്റെ അടപ്പ് ഉള്ളത് വാങ്ങിയിട്ടില്ല. ഇതുപോലെ സ്റ്റീലിൻ്റെ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വില എന്ന് പറയുന്നത് 650 ആയിരുന്നു കേട്ടോ വാങ്ങിച്ചപ്പോൾ. അടുത്തത് ഒരു ടേബിൾ മാറ്റാണ്, ഗോൾഡൻ കളറാണ്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 154 രൂപയ്ക്ക് 2 ഉള്ളത് ഒരു ബൈക്കിൽ. കുഴപ്പമില്ല, കാണാൻ. അടുത്തതൊരു സെറാമിക് ബൗളിൻ്റെ 2 ഒരു സെറ്റാണ്. 180 ml ആണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ, നല്ല കളർ കോമ്പിനേഷനാണ് കേട്ടോ. ബ്ലൂ ആൻഡ് വൈറ്റ്. ഒത്തിരി വലിപ്പമൊന്നുമില്ല, നമുക്കൊരു ഇത്തിരി കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറേശ്ശെ വിളമ്പാൻ അത്രയും വലിപ്പമുള്ളൂ. സാധാരണ നോർമലായിട്ടുള്ളൊരു ബൗളിൻ്റെ വലിപ്പമുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ 4, 5 അങ്ങനെ പല എണ്ണത്തിൽ വരുന്നുണ്ട്. പക്ഷേ എന്താണ്, ഞാൻ 2 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ അറിഞ്ഞിട്ട് അത് വാങ്ങാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ വില വരുന്നത് 208 രൂപയാണ്. നല്ല ക്യൂട്ടാണ് കാണാനായിട്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ എണ്ണം കൂടുതലുള്ളതും ഒരെണ്ണം തന്നെയായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ സ്പൂൺ സെറ്റോട് കൂടിയൊക്കെ വരുന്നതുണ്ട്. അടുത്തത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ഇഷ്ടപ്പെട്ട് ഈ കുറച്ച് നാളായിട്ട് ഞാൻ ഓർഡർ ചെയ്ത പ്രോഡക്ട്സിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഒരു സെറാമിക് സെർവിങ് ബൗളാണ്. 3 പല വലിപ്പത്തിലാണ് വരുന്നത്. ഏറ്റവും വലുത് 800 ml അതിൻ്റെ ചെറുത് 600 ml, അതിൻ്റെ ചെറുത് 500 ml. അങ്ങനെ നല്ല ഗ്ലോസി ഫിനിഷിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളി 3 സെറാമിക് സെർവിങ് ബൗൾസാണ്. നല്ല രസമുണ്ട്, നല്ല ഭംഗിയാണ്, നല്ല പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യം ഓപ്പൺ ചെയ്തതായിരുന്നു, ഡാമേജ് ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തി ഞാൻ വീണ്ടും എടുത്ത് വെച്ചതാണ്. അതിൻ്റെ ഡിസൈനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ എനിക്ക് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്യുന്ന ഒട്ടുമിക്ക സെറാമിക് ഐറ്റംസും ഈ ഒരു കോമ്പിനേഷനിലാണ് ഓർഡർ ചെയ്തിരുന്നത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 585 രൂപയായിരുന്നു. 585 രൂപയ്ക്ക് ഒരു നഷ്ടവുമില്ല, നല്ല ഭംഗിയുണ്ട്. നമുക്ക് സാലഡോ അല്ലെങ്കിൽ എന്ത് സ്നാക്ക് ആയിട്ട് എന്തെങ്കിലും എടുക്കാനോ ഒക്കെ ഭംഗിയാണ്. 3 വലിപ്പത്തിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഞാൻ വാങ്ങിച്ച പ്രോഡക്ട്സുകൾ. ഇതിൽ നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ എല്ലാ പ്രോഡക്ട്സും വന്നിരിക്കുന്നത്. പാക്കിംഗ് ആണെങ്കിലും നല്ല രീതിയിലാണ് വന്നിരുന്നത്. നമ്മുടെ ക്രോക്കറിയൊക്കെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് ഈ ഐറ്റംസ് എല്ലാം ഹെൽപ്പ് ചെയ്യും. ധൈര്യമായിട്ട് നമുക്ക് വാങ്ങിക്കാം കേട്ടോ. എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ കൊച്ചു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ ടൈപ്പുള്ള പാത്രങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ.
ഇനി ഇതുപോലെയുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. നമ്മുടെ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിച്ചണിലേക്ക് ഇതുപോലെ പല സാധനങ്ങളും ഞാൻ ഓൺലൈനിൽ കൂടി തന്നെയാണ് വരുത്തുന്നത്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും വീഡിയോസ് നമ്മുടെ ചാനലിൽ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.